ടെക്സ് ആൻഡ് ക്വിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന പാഠഭാഗത്ത് നിന്ന് മോഡൽ എക്സാമിന് വന്ന മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഇക്കോ ടൂറിസത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡറിൽ ecotourism.html എന്ന ഫയൽ എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ വെബ് പേജ് ആകർഷകമാക്കുക. ecotourism.html എന്ന ഫയൽ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കണം. വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന്, അതായത് എക്കോടൂറിസം എന്ന തലക്കെട്ടിന് കളറ് ഗ്രീൻ നൽകണം. ഇവിടെ കാണുന്നില്ല ഏറ്റവും മുകളിൽ കളർ ഗ്രീൻ, ഫോണ്ട് ഫാമിലി സാൻസ് സെരിഫ് എന്നിവ നൽകണം. അതായത് ഹെഡിങ് 1 ഈ ഒരു സ്റ്റൈൽ നൽകേണ്ടത്. ഉപശീർഷകത്തിന് നിറം ടീൽ നൽകുക. ഉപശീർഷകം എന്ന് പറയുമ്പോൾ ഹെഡിങ് 2 ആയിരിക്കും. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് പിങ്ക് നൽകുക. ബോഡി ബാക്ക്ഗ്രൗണ്ടിലാണ് പിങ്ക് കളർ നൽകേണ്ടത്. മാറ്റം വരുത്തിയ ഫയൽ സേവാ സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുക. നമുക്ക് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ecotourism.html എന്ന ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വെബ് ബ്രൗസറിലാണ് തുറന്നു വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്ത് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ശ്രദ്ധിക്കുക, വെബ് പേജിലെ പ്രധാന തലക്കെട്ടിന് കളർ ഗ്രീൻ, ഫോണ്ട് ഫാമിലി സാൻസ് സെരിഫ് നൽകണം. കളർ ഗ്രീൻ നൽകുക. പ്രധാന തലക്കെട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ H1 എക്കോടൂറിസം എന്നതിൻ്റെ ഹെഡിങ് 1 സൂചിപ്പിക്കുന്നത്. ഇവിടെ കളറ് ഗ്രീനാണ് നൽകേണ്ടത്. കളർ ഗ്രീൻ. ബ്ലാക്ക് എന്നത് മാറ്റാം. ഇവിടെ കോളം ചിഹ്നവും സെമി കോളനും മാറ്റേണ്ടതില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രീൻ നൽകുക. ഗ്രീൻ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫോണ്ട് ഫാമിലി സാൻസ് സെരിഫ്. സാൻസ് സെരിഫ്. ഇവിടെ ഗ്രൂപ്പ് എന്നത് മാറ്റാം. സാൻസ് ഒരു ഹൈഫൺ ഉണ്ട്. സെരിഫ്. സാൻസ് സെരിഫ് എന്ന് നൽകുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഉപശീർഷകത്തിന് നിറം ടീൽ നൽകുക. ഉപശീർഷകത്തിന് നിറം ടീൽ. ഇവിടെ ഉപശീർഷകം H2 ആണ്. ഇവിടെ ബ്ലാക്ക് എന്നത് മാറ്റി ടീൽ എന്ന കളർ നൽകുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് ബോഡി ബാക്ക്ഗ്രൗണ്ട് ആണല്ലേ. ബോഡി ബാക്ക്ഗ്രൗണ്ട് വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് നൽകാനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഇവിടെയാണ് ബോഡി ബാക്ക്ഗ്രൗണ്ട്. കോളൻ ചിഹ്നം കളയേണ്ടതില്ല, സെമി കോളനും കളയേണ്ടതില്ല. ഇവിടെ പിങ്ക് എന്ന് എഴുതി കൊടുക്കുക. വൈറ്റ് എന്നത് മാറ്റി പിങ്ക് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് മാറ്റം വരുത്തിയ ഈ ഒരു ഫയൽ സേവ് ആസ് ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. സേവ് ചെയ്താൽ അത് എക്സാം ഡോക്യുമെൻറ്റ്സിൽ തന്നെ സേവ് ആകും. അതുകൊണ്ട് ഇവിടെ ഫയൽ സേവ് ഇല്ലാത്ത കുട്ടികൾ ഈ ഒരു ലൈനില്ലേ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മോഡൽ IT എക്സാമിന് പകരം ആനുവൽ IT എക്സാം ആയിരിക്കും. ഇവിടെ എക്സാം 10 എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം .html എന്നത് കളയേണ്ടതില്ല.
.html കളയേണ്ടതില്ല. ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ എന്ന് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിൻ്റെ പൂർണ്ണരൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നതാണ്. ഇവിടെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. നമുക്ക് ആ സേവ് ചെയ്ത് വെച്ച ഫയലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്ലേസസ്, ഹോമിൽ, എക്സാം 10ൽ ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. ഇത്രയാണ് ആ പ്രവർത്തനത്തിലുള്ളത്. എല്ലാ കുട്ടികളും ഈ ഒരു പ്രവർത്തനവും നന്നായി പഠിച്ച് തന്നെ എക്സാമിന് പോവുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ വെബ് ഡിസൈനിങ് മിഴിവോടെ എന്ന പാഠഭാഗത്തുള്ള ഈ വർഷം മോഡൽ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം. ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള ജിയോജിബ്ര എന്ന ഫോൾഡറിൽ index.html എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തി നൽകിയ മാതൃകയിലേതുപോലെ, അതായത് ഈ ഒരു നൽകിയ മാതൃകയിലേതുപോലെ വെബ് പേജ് ആകർഷകമാക്കുക. എക്സാം ഡോക്യുമെൻറ്റ്സിലെ ജിയോജിബ്ര എന്ന ഫോൾഡറിലുള്ള geogebra.css എന്ന ഫയല് വെബ് പേജിൽ ലിങ്ക് ചെയ്താണ് പ്രവർത്തനം ചെയ്യേണ്ടത്. പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് geogebra.css കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്ന ഫയൽ എക്സാം 10ലേക്ക് കോപ്പി ചെയ്യുക. മാറ്റം വരുത്തിയ index.html എന്ന ഫയല് സേവ് ആസ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഈ ഫയൽ വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് ചെയ്യേണ്ടത് പ്ലേസസ്, ഹോമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സാം ഡോക്യുമെൻറ്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ജിയോജിബ്ര ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതാണ് 2 ഫയല്, ഒരു വെബ് പേജ് ഫയലാണിത്. ഇത് കാസ്കേഡിംഗ് സ്റ്റൈലുകളെല്ലാം സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റൈൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു CSS ഫയലിനെ എക്സാം 10ലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് geogebra.css എന്ന ഫയലിനെ, അതായത് കാസ്കേഡിംഗ് സ്റ്റൈലുകളെ കോപ്പി ചെയ്ത് എവിടെ പേസ്റ്റ് ചെയ്യണം? എക്സാം 10ൽ പേസ്റ്റ് ചെയ്യണം. ജിയോജിബ്രയിലുള്ള ഈ ഒരു geogebra.css എന്ന ഫയലിനെ നമ്മൾ എക്സാം 10ൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താൽ വെബ് ബ്രൗസറിലാണ് തുറന്നു വരുന്നത്. ഇതിൽ സ്റ്റൈലുകളൊന്നും ഇല്ല, കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്ററിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ കാണുന്നില്ല എങ്കിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇതാണ് ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ ജാലകം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. ജിയോജിബ്രയുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള ജിയോജിബ്ര എന്ന ഫോൾഡറിൽ index.html എന്ന പേര് നൽകിയിരിക്കുന്നു. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു നമ്മൾ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തിയാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. അത് നമ്മൾ ലിങ്ക് ടാഗ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു index.html എന്ന ഫയലിലാണ് നമ്മൾ
ലിങ്ക് ടാഗ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. അതായത് CSS ഫയലിനെ ലിങ്ക് ചെയ്യിക്കുന്നതിന് വേണ്ടി ഈ ഹെഡ് ടാഗിനുള്ളിലാണ് നമ്മൾ ലിങ്ക് ടാഗ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ഇവിടെയാണ് ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ് എന്നത് ഒരുമിച്ച് എഴുതി കൊടുക്കണം. കൊട്ടേഷൻ ഓപ്പണും ക്ലോസും വേണം. ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ്. ടൈപ്പ് സമം കൊട്ടേഷൻ ഓപ്പൺ ടെക്സ്റ്റ് ബാർ CSS കൊട്ടേഷൻ ക്ലോസ്. ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ്. ടൈപ്പ് സമം ടെക്സ്റ്റ് ബാർ CSS. ഇനി href സമം ഇത് നമ്മൾ കൊടുക്കേണ്ടത് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഇത്രയും പഠിച്ചു വെക്കുക. അതിനുശേഷം കൊടുക്കേണ്ട പേര്, ഏത് ഫയലിനെ നമ്മൾ ലിങ്ക് ചെയ്യിക്കേണ്ടത്, ആ ഫയലിൻ്റെ ഫയൽ നാമമാണ് കൊടുക്കേണ്ടത് അല്ലേ. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചില്ലേ, എക്സാം 10ലേക്ക് കോപ്പി ചെയ്ത് വെച്ചൊരു ഫയലുണ്ടല്ലോ, GeoGebra.css അല്ലേ. ആ ഒരു ഫയലിൻ്റെ പേരാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. ഇവിടെ കണ്ടോ, GeoGebra.css എന്ന ഫയലിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. GeoGebra.css എൻ്റെ കൊട്ടേഷൻ ക്ലോസ് ചെയ്യും. അതിനുശേഷം ആംഗിൾ ക്ലോസ് ചെയ്യണം. ഫസ്റ്റ് ഇവിടെ ആംഗിൾ ഓപ്പൺ ആക്കി കൊടുക്കണം. ലിങ്ക് ടാഗിൻ്റെ ആംഗിൾ ഓപ്പൺ ആക്കി കൊടുക്കണം. അതിനുശേഷം ഇവിടെ ഫയൽ സേവാസ് ഉപയോഗിച്ച് സേവാസിലെ മോഡൽ IT എക്സാം 10ലെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യണം. 990101 ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 7 എന്ന് നൽകി സേവ് ചെയ്യുക. നമുക്ക് സേവ് ചെയ്ത് വെച്ച ഫയൽ നമുക്ക് നോക്കാം. പ്ലേസസ് ഹോമിൽ എക്സാം 10ൽ ഇതാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ. അപ്പോൾ ആ ഒരു സ്റ്റൈല് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു പ്രവർത്തനത്തിലുള്ളത്. എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് തന്നെ പോകുക. ആ ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ്, ടൈപ്പ് സമം ടെക്സ്റ്റ് ബാർ CSS എന്നത് കാണാതെ പഠിച്ച് തന്നെ പോകുക. അത് ഹെഡ് ടാഗിനുള്ളിലാണ് നൽകേണ്ടത്. ഹെഡ് ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗിന് ക്ലോസിംഗ് ടാഗിന് ഇടക്കാണ് നൽകേണ്ടതെന്ന് മനസ്സിലാക്കുക. ഈ വർഷം മോഡൽ എക്സാമിന് വന്ന IT മോഡൽ എക്സാമിന് വന്ന ഒരു ചോദ്യമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വെബ് ഡിസൈനിങ് എന്ന പാഠഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് ചോദ്യം നോക്കാം. എയുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള AI എന്ന ഫോൾഡറിൽ index.html എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഇത് ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് ഉൾപ്പെടുത്തി വെബ് പേജ് ആകർഷകമാക്കുക. അതായത് എക്സ്റ്റേണൽ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ലിങ്ക് ടാഗ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എക്സാം ഡോക്യുമെൻസിലുള്ള AI എന്ന ഫോൾഡറിലുള്ള ai.css എന്ന ഫയൽ വെബ് പേജിൽ ലിങ്ക് ചെയ്താണ് പ്രവർത്തനം ചെയ്യേണ്ടത്. പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പ് ai.css എന്ന ഫയൽ, CSSൻ്റെ പൂർണ്ണരൂപം കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് എന്നതാണ്. ഈ ഒരു ഫയൽ എക്സാം 10ലേക്ക് കോപ്പി ചെയ്യുക. മാറ്റം വരുത്തിയ index.html എന്ന ഫയല് സേവാസ് എന്ന സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. തുടർന്ന് ഈ ഫയല് വെബ് ബ്രൗസറിൽ തുറന്ന് പ്രദർശിപ്പിക്കുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് എക്സാം ഡോക്യുമെൻസിലുള്ള AI എന്ന ഫോൾഡറിലെ index.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കുക.
പ്ലേസസ്, ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ്. ഇവിടെ AI എന്ന ഫോൾഡർ തുറക്കുക. അതിൽ 2 ഫയലുകളാണ് ഉള്ളത്. index.html എന്ന ഫയലും AI.css എന്ന ഫയലും. അതായത് index.html എന്ന ഫയലിലെ സ്റ്റൈലുകളൊന്നും ഇല്ല. ഇതിലേക്ക് സ്റ്റൈൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ AI.css എന്ന ഫയലിനെ ഈ ഒരു വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്, ഇത് കാസ്കേഡിംഗ് സ്റ്റൈലുകളാണ്. ഈ സ്റ്റൈലുകളെ ഫസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. മൗസിൻ്റെ വലത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഹോമിലെ exam10 എന്ന ഫോൾഡറിൽ പേസ്റ്റ് ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത്, നമ്മൾ എക്സാം ഡോക്യുമെൻറ്റ്സ് എയിലെ index.html എന്ന ഫയലില്ലേ, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെയാണ് ഈ ഹെഡ് ടാഗിനകത്താണ് നമ്മൾ ലിങ്ക് ടാഗ് ഉപയോഗിക്കേണ്ടത്. അതായത് CSS ഫയലിനെ ലിങ്ക് ചെയ്യിക്കേണ്ടത് ഹെഡ് ടാഗിനകത്താണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ലിങ്ക് ടാഗ് കൊടുക്കണം. ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് സമം ടെക്സ്റ്റ് ബാർ CSS. അത് കൊട്ടേഷനിലായിരിക്കണം. ടെക്സ്റ്റ് ബാർ CSS എന്നത് കൊട്ടേഷനിലായിരിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത്, href സമം നമ്മൾ ലിങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റൈലിൻ്റെ ഫയൽ നെയിം. അതായത് ഇവിടെ AI.css എന്ന പേരാണ് നൽകേണ്ടത്. അപ്പോൾ ഇവിടെ നൽകേണ്ടത് AI.css എന്ന ഫയൽ നാമം നൽകി ഇവിടെ ആ ഒരു ഫയലിൻ്റെ പേരാണ് നൽകേണ്ടത്. അതിനുശേഷം കൊട്ടേഷൻ ക്ലോസ് ചെയ്ത് ആംഗിളും ക്ലോസ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴേ ഇത്രയും ചെയ്തതിന് ശേഷം ഇതിനെ സേവ് ആസ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡറിലെ exam10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. ഇവിടെ .html എന്നത് കളയേണ്ടതില്ല. ഇവിടെ രജിസ്റ്റർ നമ്പർ _990101 ഷിഫ്റ്റ് -9 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ വെബ് ബ്രൗസറിൽ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽ നോക്കാം. പ്ലേസസ്, ഹോമിലെ exam10. ഇവിടെ ഈ ഒരു HTML ഫയലാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. വെബ് ബ്രൗസറിൽ തുറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റൈലുകൾ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ലിങ്ക് ടാഗ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. ആ ഒരു ലിങ്ക് റിലേ സമം സ്റ്റൈൽ ഷീറ്റ് ടൈപ്പ് സമം ടെക്സ്റ്റ് ബാർ CSS href സമം AI.css എന്നത് നിങ്ങൾ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാ കുട്ടികളും നന്നായി പഠിച്ച് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.